ഓക്കെ അല്ലേ? മിസ്റ്റർ കമ്മീഷണർ, കളക്ടർ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു കമ്മീഷണറും ചാടാൻ നിൽക്കണ്ട, മനസ്സിലായല്ലോ? കളക്ടർ. യെസ് മാം. എന്താ മുമ്മ? ആ കേശവനെ നോക്കിയിരിക്കുക. മാർക്കറ്റിലെ വലിയ ഗുണ്ടാ നേതാവാന്ന് പറയുന്നെങ്കിലുവേ കയ്യിൽ 5 പൈസ ഇല്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ നേരമാകുമ്പോ വരുവേ. കേശുവിനെ പോക്കാൻ പോലീസുകാർ മൊത്തം മാർക്കറ്റ് വളഞ്ഞു എന്നാണ് കിട്ടിയ ഇൻഫോർമേഷൻ. അയ്യോ, അപ്പൊ അവനെ പിടിക്കുവോ? മിക്കവാറും. അയ്യോ, അവനൊന്നും കഴിച്ചിട്ടില്ല. അത് സിദ്ധു വയറ് നിറയെ കൊടുത്തോളും. മാർക്കറ്റ് വിറപ്പിക്കുന്ന ഗുണ്ടാ നേതാവ് കേശവൻ എത്തിയോ? എടാ, നിന്നെ പിടിക്കാൻ പോലീസുകാർ മാർക്കറ്റ് വളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മണ്ടന്മാരോടെ തപ്പിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ടേക്ക് കയറരുത്. വല്ല ഒളിവിലും പൊക്കോളം. മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ഒന്നില്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ജില്ലാ കളക്ടർ അല്ലേടാ. ഞാൻ അറിയാതെ നോക്കിയാണ് താൻ ശരിക്കും ഇവിടുത്തെ ജില്ലാ കളക്ടർ തന്നെ. കേശവ അല്ല പിന്നെ ഇടക്കിടക്ക് എപ്പം നോക്കിയാലും ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് വിശ്വാസം പറഞ്ഞേ. ഇതിനകത്ത് ഏറ്റവും വലിയ വിറ്റതല്ല മൂമ്മ, മറ്റേ എങ്ങനെയുണ്ടല്ലോ കമ്മീഷണർ, നമ്മുടെ അളിയായി അവിടെ മീൻമുള്ളിന്റെ അടി വരെ തപ്പിക്കൊണ്ടിരിക്കണ എങ്ങനെ എവിടെ കേശവൻ എവിടെ കേശവൻ എവിടെ എന്ന് പറഞ്ഞിട്ട് എനിക്കറിഞ്ഞൂടെ. ഇങ്ങനെ ഉണ്ടോ മണ്ടന്മാര്? മൂമ്മ കാര്യക്കൂട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണേ ഞാൻ വന്നു. എന്തോക്കളെ വിശക്കണം, കഴിക്കാൻ പറ്റിയിരിക്കണം. മാർക്കറ്റ് കേശവാ, മാർക്കറ്റ് ഫുള്ളും നിന്റെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കഞ്ഞി പോലും വാങ്ങിച്ചാൽ ആരും ഇല്ലടാ നിനക്ക്. എന്റെ പൊന്നമ്മയെ ആന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യവന്മാർക്കൊക്കെ എത്ര നല്ലത് ചെയ്താലും നമുക്കൊരു ഗുണവുമില്ല. അതുകൊണ്ടല്ലേ ഫുഡ് ഒക്കെ ഇങ്ങോട്ട് വന്നത്. അമ്മൂമ്മ മോനെ കേശവ, ഓ ചേച്ചി ഒരു കാര്യം പറയട്ടെ. നീ നിന്റെ ഈ ഗുണ്ടാ സെറ്റപ്പും തല്ലുകൊള്ളിത്തരവും ഒക്കെ ഒന്ന് നിർത്തണം. ഒരു കളക്ടർ എന്ന രീതിക്ക് ചേച്ചിക്ക് ഇതൊക്കെ നാണക്കേടാണ്. കഴിഞ്ഞ ദിവസം ഒരു MLA വന്ന് മാഡത്തിന്റെ ചോദിച്ചു, മാർക്കറ്റ് കേശവ മാഡത്തിന്റെ അനിയനല്ലേ എന്ന്. അപ്പൊ മാഡം നിന്നങ്ങ് പുഴുങ്ങിപ്പോയില്ലേ? അവന്റെ പേര് അവനങ്ങ് തീർത്ത ചെറിയ വലിയ വർത്താനം പറയുന്നു. അടിച്ചാൽ പല്ലിയും വായിക്കാത്തിലിടും കേട്ടോ.